നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളം ഊന്നുകല്ലിൽ ആളൊഴിഞ്ഞ പറമ്പിലെ വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹം കാണാതായ 61-കാരി ശാന്തയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വസ്ത്രങ്ങളോ സ്വർണ്ണാഭരണങ്ങളോ മൃതദേഹത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 12 പവൻ സ്വർണവും കാണാതായിട്ടുണ്ട്. അടിമാലി സ്വദേശിയും നിലവിൽ നേര്യമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുകയും ചെയ്യുന്ന പാലക്കാട്ടേൽ രാജേഷാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയാണ് ഊന്നുകല്ലിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു ഹോട്ടലിന് പിന്നിലെ വീട്ടിലെ മാലിന്യ ടാങ്കിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തിയത്. പെരുമ്പാവൂർ സ്വദേശിയായ വൈദികന്റെ ഉടമസ്ഥയിലുള്ള ഒരു ഹോട്ടലിനോടൊപ്പമുള്ള വീട്ടിലെ അടുക്കള ഭാഗത്തുള്ള ടാങ്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മാൻഹോളിൽ നിന്ന് പുറത്തെടുത്ത മൃതദേഹം തിരിച്ചറിയാൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് മെഡിക്കൽ കോളേജിൽ വെച്ച് ബന്ധുക്കൾ ശനിയാഴ്ചയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. പെരുമ്പാവൂർ വേങ്ങൂർ ദുർഗാദേവി ക്ഷേത്രത്തിന് സമീപം കുന്നത്തുതാഴെ താമസിക്കുന്ന ബേബിയുടെ ഭാര്യ ശാന്തയെ ഓഗസ്റ്റ് 18 മുതൽ കാണാനില്ല എന്ന് കാണിച്ച് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. വർക്ക് ഏരിയയിൽ വെച്ച് കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം ടാങ്കിൽ ഒളിപ്പിച്ചതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. മോഷണ ശ്രമമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹം സംസ്കരിച്ചു. കാണാതായ ശാന്തയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചതും ഇതിനിടയിൽ ഉണ്ടായ വാക്കുതർക്കവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതേസമയം തോട്ടപ്പള്ളി ഒറ്റപ്പന ചെമ്പക്കപ്പള്ളി ഹംലത്തിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി കസ്റ്റഡിയിൽ. ഹംലത്തുമായി അടുപ്പമുണ്ടായിരുന്ന പ്രദേശവാസിയാണ് കസ്റ്റഡിയിലുള്ളത്. ഇയാളുടെ ബന്ധുക്കളുടെ മൊബൈൽ ഫോണുകൾ പോലീസ് നിരീക്ഷണത്തിലാണ്. ഹംലത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കൊലപാതകത്തിന് അടുത്ത ദിവസം ചെമ്പകപ്പള്ളി വീട്ടുപരിസരത്ത് ഉണ്ടായിരുന്നതായി ടവർ ലൊക്കേഷൻ വഴി മനസ്സിലാക്കിയിരുന്നു. പിന്നീട് ഇത് നിശ്ചലമായി. ഇതോടെ പ്രതി സമീപവാസിയാണ് എന്ന സംശയം ശക്തമായിരുന്നു. ഹംലത്തിന്റെ മുറിയിലെ അലമാരയിൽ നിന്ന് മറ്റൊരു മൊബൈൽ ഫോൺ കിട്ടിയതും പോലീസിന് നിർണായക തെളിവായി. സമീപത്തെ വീടിന് പരിസരത്ത് നിന്ന് ബീഡിക്കുറ്റി കിട്ടിയതും തെളിവായി ശേഖരിച്ചു. കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വിരലടയാള ഫോറൻസിക് റിപ്പോർട്ടുകളും അടുത്ത ദിവസം തന്നെ കിട്ടുമ്പോൾ കൂടുതൽ ശക്തമായ തെളിവുകൾ ഉണ്ടാകുമെന്നാണ് പോലീസ് കരുതുന്നത്. അമ്പലപ്പുഴ സ്റ്റേഷൻ ഓഫീസർ എം പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ 15 പേർ അടക്കമുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. തനിച്ച് താമസിക്കുകയായിരുന്ന ഹംലത്തിനെ 17നാണ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ 61ഉം 62ഉം വയസ്സ് മാത്രം പ്രായമുള്ള സ്ത്രീകളുടെ മരണത്തിൽ ദുരൂഹത ഏറുകയാണ്. ആരും അറിയാത്ത പല രഹസ്യബന്ധങ്ങളും ഇവർക്കുണ്ടെന്നുള്ള വാർത്തകൾ ഒരു സൈഡിൽ വരുന്നു. അതല്ല, സ്വർണ്ണാഭരണം മോഷ്ടിക്കാൻ ശ്രമത്തിനിടയിലാണ് ഇവരെ കൊന്നത് എന്നുള്ള വാർത്തയും മറുവശത്ത് വരുന്നു. എന്തായാലും കൃത്യമായി തന്നെ പോലീസ് ഇടപെടൽ ഈ 2 വിഷയങ്ങളിൽ വേണമെന്നാണ് വ്യക്തമാകുന്നത്.